ഇനി നമ്മൾ പോകുന്നത് സന്നിധാനത്തേക്കാണ്. ശബരിമലയിൽ ഇന്ന് കർപ്പൂരാഴിയാണ്, ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴിയാണ് ഇന്ന് നടക്കുക. ഇന്നലെ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് ദർശനം നടത്തി. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. സന്നിധാനത്തെ തങ്കയങ്കി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? ഇന്ന് എങ്ങനെയാണ് ഭക്തജന തിരക്ക് കൂടുതലായി അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായും. അതായത് ഈ സീസണിൽ എല്ലാ ദിവസവും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് കുറവാണ്. അതേ കാഴ്ച തന്നെയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ഏതാണ്ട് 1,05,738 ഭക്തരാണ് ഇന്നലെ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെയും അതേപോലെ തുടരുകയാണ്. ഇന്നലെ ഏതാണ്ട് പുലർച്ചെ 2 മണി വരെയും 18-ാം പടി വഴി ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നു. ഈ രാത്രി 2 മണി സമയത്തൊക്കെയും 18-ാം പടി നിറഞ്ഞ് ഭക്തർ കയറി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെയും അതേ സ്ഥിതി തന്നെയാണ്. ഏതാണ്ട് എല്ലാ ദിവസവും തിരക്ക് കുറവുള്ള ദിവസവും രാവിലെ നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. രാവിലെ ഒരു 7 മണി 8 മണി സമയം വരെ ഏതാണ്ടൊരു 30,000-ഓളം ഭക്തർ കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഇന്നും ഫ്ലൈ ഓവറും ഒപ്പം തന്നെ ഈ നടപ്പന്തലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായും ഉത്സവാന്തരീക്ഷത്തിലേക്ക് മാറുന്നു എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് നാളെ ഇന്ന് ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴി, നാളെ പോലീസിൻ്റെ കർപ്പൂരാഴി, അങ്ങനെ വലിയ ആഘോഷത്തിലേക്ക് സന്നിധാനം കടക്കുകയാണ്. 26-ന് ഉച്ചയോടെ പമ്പയിൽ തങ്കയങ്കി ഘോഷയാത്ര എത്തും. തുടർന്ന് വൈകുന്നേരമാണ് ഏതാണ്ട് ദീപാരാധനയ്ക്ക് മുന്നോടിയായി 18-ാം പടി ചവിട്ടി തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് വളരെ പ്രധാനപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം രാവിലെ 11 മണിയോടുകൂടിയാണ് മണ്ഡല പൂജയ്ക്കുള്ള മുഹൂർത്തം. അരമണിക്കൂർ ആണ് മുഹൂർത്തമുള്ളത്. ആ സമയത്തായിരിക്കും മണ്ഡല പൂജ നടക്കുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ശബരിമല സന്നിധാനം നിറഞ്ഞു കവിഞ്ഞൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഒരു സീസൺ അതുകൊണ്ട് മണ്ഡല പൂജയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഏതാണ്ട് നിലവിൽ ഇത്രയധികം വലിയ തിരക്കുകൾ ഉണ്ടാകുമ്പോഴും ഏതാണ്ട് സുഗമമായി കാര്യങ്ങൾ പോകുന്നു. പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആളുകളെ കടത്തിവിടുന്നു എന്നത് ആശ്വാസമാണ്. പുല്ലുമേട് വഴിയും ഒപ്പം തന്നെ എരുമേലി കാനന പാത വഴിയും ഒക്കെ ഭക്തരുടെ നീണ്ട നിര തന്നെയാണ്. വലിയ തിരക്ക് തന്നെയാണ് ഇന്നലെയും അനുഭവപ്പെട്ടത്. ശരി, ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.